അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ. നമുക്ക് തമ്പ്ലൈന് കണ്ടതുപോലെ നാടൻ പലഹാരം ആലങ്ങ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു അരമുറി തേങ്ങയാണ് ഞാൻ കുഞ്ഞാക്കി വെച്ചേക്കുന്നത്. ദേ ഒരു കപ്പ് ശർക്കരയിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് ഞാനത് അടുപ്പത്ത് വെച്ചേക്കുവാണ്. അതൊന്ന് തിളയ്ക്കട്ടെ. അതേസമയം 2 കപ്പ് അരിമാവിലേക്ക് 1 സ്പൂണ് അയമോദകം അല്ലെങ്കിൽ ഓമം, 1 സ്പൂണ് ഏലക്ക പൊടിച്ചതാണ്. ഞാൻ പഞ്ചസാരയിട്ട് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, അതാണ്. പിന്നെ അതിലേക്ക് 2 സ്പൂണ് നമ്മുടെ കറുത്ത എള്ളാണ്. ഉള്ളവർക്ക് യൂസ് ചെയ്യാം, ഇല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം, ഓപ്ഷനിലാണ്. പിന്നെ ഇച്ചിരി ഉപ്പാണ്, അത് ബാലൻസ് ചെയ്യാനായിട്ടാണ്. ഞാൻ പിങ്ക് സോൾട്ടാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അത് പിങ്ക് കളറിലിരിക്കുന്നത്. പിന്നെ അതിൽ 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യാൻ ശ്രമിക്കണം. ഞാനിത് വീഡിയോയിൽ വിട്ടുപോയി. എന്നിട്ട് ഇതേ നമ്മുടെ എന്താ പറയുന്നത്, ശർക്കരയൊക്കെ ഇവിടെ സെറ്റായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് 1 സ്പൂണ് നെയ്യ് ഒഴിക്കാം, ഓപ്ഷനിലാണ്, ടേസ്റ്റ് കൂടും. ഇല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ശർക്കര പാനി നമുക്ക് അരിക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ ഓർഗാനിക്കിൻ്റെ ശർക്കര പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അതിൽ പൊടിയും മണ്ണും അങ്ങനെ ഒന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് യൂസ് ചെയ്യുന്നത്. അഥവാ നിങ്ങൾ ശർക്കര കട്ടിയാണ് എടുക്കുന്നതെങ്കിൽ അത് അരിച്ചിട്ടേ യൂസ് ചെയ്യാവൂ, അല്ലെങ്കിൽ അത് പൊടി ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് ഞാനിതാ നമ്മുടെ തേങ്ങാക്കൊത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തു. എല്ലാവരും അവസാനം വരെ വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ട ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് കണ്ട് നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. അതേസമയം നമ്മുടെ മാവെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് അതിലേക്ക് തട്ടി കിണ്ടിയെടുക്കാം. എൻ്റെ ഒരു കൈ വെച്ചിട്ടുള്ള പരിപാടിയാണ് ഈ നടക്കുന്നത്. ഒരു കയ്യിൽ ക്യാമറയാണ്, എനിക്ക് അത് വെച്ച് വീഡിയോ എടുക്കാനുള്ള ഒരു ഇതില്ല. ഒരു ചെറിയൊരു സ്റ്റാൻഡ് ഇവിടെ ഉണ്ട്, പക്ഷേ അത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് മറിഞ്ഞ് വേണമെങ്കിൽ ചരുവത്തിനകത്തോട്ട് പോകും. അതിന് വലിയ ക്വാളിറ്റിയൊന്നുമില്ല. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച സാധനമായിരുന്നു. അങ്ങനെ മാവൊക്കെ ഇട്ടു കിണ്ടിയെടുക്കാൻ പോവുകയാണ്. എല്ലാവരും നല്ല സൂപ്പറായിട്ട്, അത് അടിപൊളിയായിട്ട് നമ്മൾ ഒരട്ടിക്ക് കിണ്ടണ പോലെ കിണ്ടിയെടുക്കുക. ചൂടുണ്ട്, ശ്രദ്ധിക്കുക. പിന്നെ എന്തുവാ, അപ്പോൾ അതിനെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസുകൾ കണ്ടോ, എല്ലാം നല്ല അടിപൊളി പരുവത്തിൽ ഞാൻ കിണ്ടി വെച്ചിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് വെച്ച്, നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഉരുള പിടിക്കുന്ന സമയം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ വലിയ ഭാരിച്ച പണിയൊന്നും ഇതിലില്ല. വളരെ സിമ്പിളാണ്. മാത്രമല്ല ഒരുപാട് ഓയിൽ ഇതിനാവുന്നില്ല, ഒരു കുറച്ച് ഓയിലേ ആവുന്നുള്ളൂ. അതെല്ലാം അട്ടഹാസ ടേസ്റ്റാണ്. നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാനിത് ഇത് ഇങ്ങനെ വീഡിയോസൊക്കെ കാണുമ്പോഴാണല്ലോ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത്. അപ്പം ഞാൻ വീണ്ടും നമ്മുടെ വീട്ടിലുള്ളവരെ വിളിച്ച് ചോദിച്ച് അവരുടെ അടുത്തു നിന്നാണ് ഈ റെസിപ്പി മേടിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പികളാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. പണ്ട് നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ഉമ്മ ചായക്കൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. മാത്രമല്ല എൻ്റെ ഒരു വാപ്പുമ്മയുണ്ട്, എൻ്റെ വാപ്പാടെ ഉമ്മ. അപ്പോൾ അവർ നമ്മളെ കുഞ്ഞിൽ കാണാൻ വരുമ്പോൾ ഉണ്ടാക്കി കൊണ്ടുവരുന്ന സാധനമാണ് ഈ ആലങ്ങ. അത് ഭയങ്കര ടേസ്റ്റാണ്. ആ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്ടഹാസ ടേസ്റ്റാണ്. ഇപ്പോൾ ആലങ്ങ എവിടെ കണ്ടാലും എനിക്ക് പെട്ടെന്ന് വാപ്പുമ്മയെ തന്നെയാണ് ഓർമ്മ വരും. അവരൊന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ നമുക്കിതൊക്കെ ഉരുളകളാക്കി നമുക്കിത് എണ്ണയിലോട്ടിടാം. അതിന് എണ്ണയിലിട്ട് നമുക്ക് വറുത്ത് കോരാം. ഇത് എത്ര ദിവസം വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കും. പക്ഷേ എത്ര ദിവസം വേണമെങ്കിലും ഇതിരിക്കും എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ അപ്പം തന്നെ തിന്ന് തീർത്ത് കളയും. ഞാനിത് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ തിന്ന് തീർത്തു ഗൈസ്. ഇനി ഉണ്ടാക്കണം ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പികൾ നമ്മുടെ ചാനലിൽ ഒരുപാട് കിടപ്പുണ്ട്. കാണാത്തവരൊക്കെ ചെന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. നല്ല നന്നായിട്ട് മുരിഞ്ഞ് നല്ല ക്രിസ്പിയായിട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് കട്ടി കൂട്ടിയിട്ടല്ല അത് ഉണ്ടാക്കുന്നത്, എണ്ണയിൽ നിന്ന് കോരുന്നത്. കാരണം നമ്മൾ പല്ലൊക്കെ പോവുമല്ലോ. ഇപ്പം കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഓക്കെ, നമുക്ക് കടിച്ച് പൊട്ടിച്ചൊക്കെ, ഇപ്പോൾ കടിച്ച് പൊട്ടിക്കാൻ പോയ ഈ പ്രായത്തിലുള്ള പല്ലും കൂടെ പോയി കിട്ടും. അതുകൊണ്ട് കുറച്ച് സോഫ്റ്റായിട്ട് തന്നെയാണ് ഞാൻ പൊരിച്ചെടുത്തിട്ടുള്ളത്. കാരണം കടിച്ച് പൊട്ടിക്കാൻ പോയാൽ പിന്നെ പല്ലൊക്കെ വെച്ച് പിടിപ്പിക്കേണ്ടി വരും. അങ്ങനെ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, കുറച്ച് അതുകൊണ്ടാണ് ഇത് ഉള്ളിലൊരിച്ചിരി ഇത് സോഫ്റ്റ്നെസ് ഉണ്ട്. പക്ഷേ കുറച്ച് തണുത്ത് കഴിയുമ്പം കുറച്ചുകൂടെ അത് ഹാർഡാവും കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം പൊരിച്ചെടുത്ത് എല്ലാം ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം പൊരിച്ച ഒരു സ്റ്റെപ്പ് ഞാൻ അവിടെ തന്നെ നിന്ന് തിന്ന് തീർത്തു ഗായ്സ്. കണ്ടോ, അങ്ങനെ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവസാനം വരെ വീഡിയോ കാണുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും നമുക്ക് അസ്സലാമു അലൈക്കും, ബായ്.